നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, പോളിംഗ് ദിവസം, അതിനുശേഷം നടന്ന അക്രമ സംഭവങ്ങൾ, വോട്ടെണ്ണൽ, ഇങ്ങനെ സംഭവ ബഹുലമായിരുന്നു ഈ പ്രാവശ്യത്തെ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ സംഭവ ബഹുലമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്നിതാ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി അവരുടെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. BJP ഈ നിമിഷത്തെ എത്ര പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്നുള്ളതിന് തെളിവാണ് ഇന്ന് അവിടെയുണ്ടായിരുന്ന വേദിയിലുണ്ടായിരുന്ന നേതാക്കളും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ജനസാഗരമായി മാറിയ ആ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടും. കൊൽക്കത്തയിലെ അഭിമാന സ്തംഭമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ്, വിശാലമായ ആ ഗ്രൗണ്ടിലാണ് ഈ ചരിത്രപരമായ സത്യപ്രതിജ്ഞ നടന്നത്. ചരിത്രപരം എന്ന് തന്നെ ഈ മുഹൂർത്തത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം BJP ആദ്യമായിട്ടാണ് ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതും അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മുഖ്യമന്ത്രി, BJP-കാരനായ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതും. അതുകൊണ്ട് തന്നെ പാർട്ടി അതിനെ വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടു. പാർട്ടി അതിനെ കണ്ട ഒരു പ്രാധാന്യം അത് ഇന്നത്തെ വേദിയിൽ തന്നെ ദൃശ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തു. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായി അദ്ദേഹം ബംഗാളിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ഞാനിന്ന് പ്രചരണം അവസാനിപ്പിച്ച് ബംഗാളിൽ നിന്നും ദില്ലിയിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ ഞാൻ തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. അത് മെയ് 4-ന് ശേഷം ഇവിടെ BJP അധികാരത്തിൽ വരുന്നു. BJP-യുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ തിരികെ വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പാണ് ഇന്ന് പാർട്ടി പാലിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുന്നു. നരേന്ദ്രമോദി മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇങ്ങനെ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രബലരായ വ്യക്തിത്വങ്ങൾ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇന്ന് പങ്കെടുത്തു. മാത്രമല്ല BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ, സമ്രാട് ചൗധരി, ദേവേന്ദ്ര ഫട്നവിസ്, ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ, ചന്ദ്രബാബു നായിഡു, ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ, ഏക്നാഥ് ഷിൻഡെയെ പോലെയുള്ള ഉപമുഖ്യമന്ത്രിമാർ, ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളടക്കം നിരവധി കേന്ദ്ര നേതാക്കളാണ് ഇന്ന് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ വേദിയിലുണ്ടായിരുന്നത്. മാത്രമല്ല BJP-ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. BJP-യുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി, ആ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മനാടാണ് പശ്ചിമ ബംഗാൾ. പാർട്ടിയുടെ സ്ഥാപകൻ്റെ ജന്മനാട്ടിൽ ഇതുവരെ ഈ ഇന്ത്യ മുഴുവൻ കീഴടക്കുമ്പോഴും അധികാരം കൈയാളാൻ പറ്റിയില്ല എന്നൊരു സങ്കടം BJP-യെ അലട്ടിയിരുന്നു. BJP ഉത്തരേന്ത്യൻ പാർട്ടിയാണ് എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്വാധീനമുറപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ദില്ലി അടക്കമുള്ള, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, തെക്കൻ സംസ്ഥാനങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സ്വാധീനമുറപ്പിക്കാൻ BJP-ക്ക് സാധിച്ചു. പക്ഷേ അപ്പോഴും BJP-ക്ക് പിടികിട്ട പുള്ളിയായി അല്ലെങ്കിൽ BJP അടുപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ ഭൂമികയായിരുന്നു ബംഗാൾ. ആ ഭൂമികയിലേക്കാണ് ഇന്ന് BJP 207 സീറ്റുകളോടുകൂടി 296-ൽ 207 സീറ്റുകളും നേടി BJP അധികാരത്തിൻ്റെ പടവുകൾ കയറുന്നത്, അതും ശ്യാമപ്രസാദ് മുഖർജിയുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ BJP-ക്ക് വളരെ ഒരു പ്രതിജ്ഞ നിറവേറ്റലിൻ്റെ ദിനമാണ്. ബംഗാളിലെ ജനങ്ങളെ ഭൂമിയിൽ തൊട്ട് അല്ലെങ്കിൽ കാലിൽ വണങ്ങിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് കയറിയത് എന്ന് ഓർക്കണം. അദ്ദേഹം വേദിയിലേക്ക് കയറുകയും അവിടെ ജനസാഗരമായി ഇളകി മറിയുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹം സാഷ്ടാംഗ പ്രണാമം, അദ്ദേഹത്തിൻ്റെ ശിരസ് വേദിയുടെ തറയിൽ മുട്ടിച്ചുകൊണ്ടുള്ള ഒരു സാഷ്ടാംഗ പ്രണാമം ബംഗാളിലെ ജനങ്ങളുടെ കാൽക്കൽ അർപ്പിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങിൽ പങ്കെടുത്തത്. അത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു ഇന്നത്തെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ്. BJP നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് തന്നെയാണ് പാർട്ടി സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി ജന്മം കൊണ്ട സംസ്ഥാനത്ത് അധികാരത്തിൽ വരിക എന്നുള്ളത്. പാർട്ടി അധികാരത്തിൽ വന്ന്, കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ പോലും ബംഗാൾ പിടിച്ചെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ അത് പാർട്ടിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടിയാണ് BJP ഇന്ന് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ കളർഫുള്ളാക്കിയത്. ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സമകാലികനായി ബംഗാളിൽ
ബംഗാളിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മുതിർന്ന BJP നേതാവ് മഖൻലാൽ സർക്കാരിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ പ്രധാനമന്ത്രി പൊന്നാടയിട്ട് ആദരിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് വണങ്ങിയതിന് ശേഷമാണ് പരിപാടി ആരംഭിച്ചത് എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയം തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഒരു വേദിയാണ്. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം അത് എടുത്തു കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുവേന്ദു അധികാരിയാകട്ടെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു ദേശീയ നേതാവിൻ്റെ ഉദയം തന്നെയാണ് ഇത് എന്ന് നമുക്ക് കൃത്യമായി പറയാം. 1990കളിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെതൊരു രാഷ്ട്രീയ കുടുംബമായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. മാത്രമല്ല ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയതിൻ്റെ പേരിൽ ഒരു തവണ ഈ അധികാരി കുടുംബം ഒന്നടങ്കം കത്തിച്ച് ചാമ്പലാക്കുക പോലും ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്. അങ്ങനെ ആ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിശിർ അധികാരി രണ്ടാം UPA സർക്കാരിലെ ഒരു മന്ത്രിയായിരുന്നു. അതിനുശേഷം 1995 മുതൽ 98 വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു സുവേന്ദു അധികാരി. 98-ന് ശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ 2020 വരെ പ്രവർത്തിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പോലും എത്തിയ നേതാവാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ നേതാവായിരുന്നു. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയുമായി ചില തെറ്റിപ്പിരിയലുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് വരുന്നു. 2020 മുതൽ അദ്ദേഹം BJPയിലാണ്. 3 തവണ MLA ആയി, 2 തവണ അദ്ദേഹം ലോക്സഭാ MP ആയി. അദ്ദേഹം ഒരു മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിരുന്നു, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. ഒട്ടനവധി വികസന ഏജൻസികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോഴുമുണ്ട്. സഹകരണ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയ നേതാവാണ് സുവേന്ദു അധികാരി. തൻ്റെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കാനായി വിവാഹം പോലും ഉപേക്ഷിച്ച ഒരു നേതാവ് കൂടിയാണ് സുവേന്ദു അധികാരി. സുവേന്ദു അധികാരി കോൺഗ്രസിലും തൃണമൂൽ കോൺഗ്രസിലും BJPയിലും പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തിക്കുന്നതിന് വരും മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനായിട്ടുകൂടി അദ്ദേഹം RSS ശാഖകളിൽ പോവുകയും RSS ശാഖകളിൽ പങ്കെടുത്തതിൻ്റെ പരിശീലനം നേടുകയുമൊക്കെ ആദ്യഘട്ടങ്ങളിൽ ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്കും വരുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ നൽകിയ വലിയൊരു അധികാരം, ആ അധികാരം കയ്യിലേറ്റിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഈ മുഹൂർത്തത്തെ ചരിത്ര മുഹൂർത്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടമായി BJP കരുതുന്നുണ്ട്. ബംഗാളിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുമ്പോൾ അസമിൽ മാത്രമാണ് BJPക്ക് അധികാരമുണ്ടായിരുന്നത്. അസമിൽ ആ അധികാരം നിലനിർത്തുന്നു. അതിനോടൊപ്പം തന്നെ BJP ബംഗാൾ കൂടി പിടിച്ചെടുക്കുന്നു. അങ്ങനെ തിളക്കമാർന്ന വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു എല്ലാവിധ നന്ദിയും കടപ്പാടും അത് ഇന്ന് ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആസൂത്രണം ചെയ്തിരുന്നത്.